വൺ സൈഡഡ് ലവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മരുഭൂമിയിൽ വെള്ളം നനച്ചു കൊടുക്കത്തില്ലേ, അങ്ങനെയാണ് വൺ സൈഡഡ് ലവിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എത്ര വെള്ളം നനയ്ക്കുന്നു എന്നതിലല്ല കാര്യം, നിങ്ങളിനി എത്ര കഷ്ടപ്പെട്ട് എത്ര വെള്ളം ഒഴിച്ചാലും മരുഭൂമി എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ അവശേഷിക്കും. വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. നിങ്ങൾ നിരന്തരമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കഷ്ടപ്പെട്ട് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്നു, പക്ഷെ സ്റ്റിൽ ആ ഭാഗം വളരെ ഡ്രൈ ആയിട്ടും വളരെ ഹാർഷായിട്ടും തന്നെ അവശേഷിക്കുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് വളരെ ക്രൂരമാണല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വൺ സൈഡ് ലവ്. നിങ്ങൾ എന്തുമാത്രം എഫേർട്ട് ഇടുന്നു, നിങ്ങൾ എത്ര രാത്രികൾ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഉറങ്ങാതെ ചിന്തിച്ച് നിങ്ങളിടുന്ന ഓരോ എഫേർട്ടും, നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ പരിശ്രമം, അവരോട് നിങ്ങൾക്കുള്ള സ്നേഹം, ഇതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു പ്രതലത്തിൽ നിങ്ങൾ നനയ്ക്കുന്ന വെള്ളം പോലെ തന്നെയാണ്. എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. പരിശ്രമിച്ച് നനയ്ക്കുന്ന ഓരോ വെള്ളത്തിൻ്റെ തുള്ളികളും അതിൻ്റെ റൂട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ അപ്രത്യക്ഷമായി പോകുന്ന ഒരവസ്ഥ. അതായത് നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും നിങ്ങൾ എത്ര സ്നേഹിച്ചിട്ടും ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം ഫീൽ ചെയ്യാത്ത ഒരവസ്ഥ. വൺ സൈഡഡ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങളുടെ സ്നേഹം വേണ്ടാത്ത ഒരവസ്ഥ. അതാണ് വൺ സൈഡ് ലവ്. നിങ്ങൾ എത്ര കാലം കാത്തിരുന്നാലും വസന്തകാലം വരും, അല്ലെങ്കിൽ ഒരുപാട് സീസൺ കഴിഞ്ഞു പോയതിനു ശേഷവും നിങ്ങൾ വെയിറ്റ് ചെയ്താലും അവിടെ വേരുറച്ച് ഒരു ചെടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുളയ്ക്കത്തില്ല. അതിനർത്ഥം നിങ്ങൾ മരുഭൂമിയിൽ ഒഴിക്കുന്ന ഓരോ വെള്ളവും അത് മരുഭൂമിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിക്കുന്ന വെള്ളം ഫലവത്തല്ലാത്തത് കൊണ്ടല്ല, അതല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മുടക്കുന്ന സമയം, നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ സ്നേഹം അതിനൊന്നും അർത്ഥമില്ലാത്തത് കൊണ്ടോ വിലയില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ എവിടെയാണോ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത് ആ ഭൂമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൂക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് വൺ സൈഡഡ് ലവ്. അതുകൊണ്ട് മാത്രമാണ് അവിടെ ചെടികൾക്ക് വേരുകൾ ഉറയ്ക്കാത്തത്. നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന് പകരം നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാത്തൊരു വ്യക്തിയെ പിന്നീട് നിങ്ങൾ സ്നേഹിച്ചു പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ. ഈ വെള്ളം നനയ്ക്കുന്നത് നിങ്ങൾ നിർത്തുക. നിങ്ങൾ തിരിഞ്ഞു നടക്കുക. തിരിഞ്ഞു നടന്നതിന് ശേഷം മരുഭൂമിക്ക് പകരം ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു പ്രദേശം നിങ്ങൾ കണ്ടുപിടിക്കുക. ഇത്രയും കാലം നിങ്ങൾ ഇട്ട എഫേർട്ട്, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ സ്നേഹമെല്ലാം ആ ഭൂമിയിലേക്ക് നിങ്ങൾ വെള്ളമായിട്ട് നനയ്ക്കുക. വൺ സൈഡഡ് ലവ് എന്ന് പറയുന്നത് എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിരിക്കും, പക്ഷെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ സമയത്തിനും നമ്മുടെ സ്നേഹത്തിനും നമ്മുടെ ആത്മാർത്ഥതയ്ക്കും വില കൂടി ഉണ്ടെന്ന് ഓർക്കുക.